നെന്മാറ പഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതി രൂപീകരണ യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പദ്ധതി രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ജയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഇനി എസ്.സിക്കാർക്കോ അല്ലെങ്കിൽ എസ്.ടിക്കാർക്കോ നമുക്ക് അപേക്ഷകൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നീടുള്ളത് നമുക്ക് എസ്.സിക്കാർക്കുള്ളതും അതേപോലെ എസ്.ടിക്കാർക്കുള്ള സ്ഥലം കൊടുക്കലാണ്. അതിൻ്റെ ഫണ്ട് ഇപ്പോൾ നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാത്തത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ടാങ്ക് ആയിട്ടുള്ള ഒരു ബാരലാണ് നമ്മൾ നിർദ്ദേശം നൽകിയത്. അതാണ് നമ്മൾ നടപ്പിലാക്കാൻ കഴിയാത്തത്. എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഫണ്ടിൻ്റെ ലഭ്യത കുറവായതുകൊണ്ടാണ് ഈ ജലസംഭരണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ ഒരു വിതരണം നമുക്ക് സാധിക്കാതെ പോയിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ നല്ല വിജയപരമായിട്ട് തന്നെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നതെല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു. എന്തെല്ലാം വികസനങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ അത് നമുക്ക് അജണ്ടയായിട്ട് വെച്ച് നമുക്ക് ബോർഡിൽ അംഗീകാരം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഫണ്ടുകൾ വയ്ക്കാൻ സാധിക്കുള്ളൂ. ആ ഫണ്ടുകൾ വയ്ക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് വരുന്ന തലമുറകൾക്ക് അത് ഉപകാരപ്രദമാവും. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതിരാജ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മോഹനൻ, വാർഡ് മെമ്പർ മഞ്ജുഷ, വാർഡ് മെമ്പർമാരായ ചന്ദ്രൻ, ജയൻ, രാധാകൃഷ്ണൻ, സുനിത സുകുമാരൻ, മഞ്ജു പി ദിവാകരൻ, ജയശ്രീ, എസ് ഗിരിധരൻ, കോർഡിനേറ്റർ രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ചർച്ചകൾക്ക് ശേഷം നടപ്പു സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി അവതരിപ്പിച്ചു.